ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം തൃതീയോധ്യായം. ഇതിൽ നാഭിചരിത്രവും ഋഷഭാവതാരവും വർണ്ണിക്കുന്നു. ശ്രീശുക ഉവാച നാഭിരപത്യകാമോ പ്രജയാമേരുദേവ്യാ ഭഗവന്തം യജ്ഞപുരുഷം അവഹിതാത്മായജത. നാഭിരപത്യകാമോ പ്രജയാ മേരുദേവ്യാ ഭഗവന്തം യജ്ഞപുരുഷം അവഹിതാത്മായജത. മേരുദേവിയിൽ അസന്താനം ഉണ്ടാകായികയാൽ മേരുദേവീ സമേതനായി ആ നാഭി അപത്യാർത്ഥം സന്താനാർത്ഥം യജ്ഞമൂർത്തിയായ മഹാവിഷ്ണുവിനെ യജിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അപത്യകാമഹ അസന്താനത്തെ ആഗ്രഹിക്കുന്ന നാഭി അപ്രജയാ മേരുദേവ്യ സന്താനഹീനയായിരിക്കുന്ന മേരുദേവിയോടും കൂടി അവഹിതാത്മാ ഉറപ്പിച്ച മനസ്സോടുകൂടിയവനായിട്ട് ഭഗവന്തം യജ്ഞപുരുഷം ഭഗവാനായിരിക്കുന്ന യജ്ഞപുരുഷനെ ആയജത യജിച്ചു യജ്ഞം ചെയ്തു എന്നർത്ഥം. അപത്യകാമഹ സന്താനത്തെ ആഗ്രഹിക്കുന്ന നാഭി അപ്രജയാ മേരുദേവ്യ സന്താനഹീനയായിരിക്കുന്ന മേരുദേവിയോട് കൂടിയിട്ട് അവഹിതാത്മാ പുറപ്പിച്ച മനസ്സോടുകൂടിയവനായിട്ട് ഭഗവന്തം യജ്ഞപുരുഷം ഭഗവാനായിരിക്കുന്ന യജ്ഞപുരുഷനെ അയജത യജിച്ചു. അപത്യകാമഃ നാഭിഃ അപ്രജയാ മേരുദേവ്യാ അവഹിതാത്മാ ഭഗവന്തം യജ്ഞപുരുഷം അയജത. അതായത് അഗ്നിധ്രപുത്രനായിരിക്കുന്ന ആ നാഭിയുടെ യശസ്സിനെ വിവരിക്കുകയാണ് ഇവിടെ ഈ 3-ാം അധ്യായത്തിലെ വിഷയം. അപ്പോൾ അഗ്നിധ്രൻ്റെ മൂത്ത പുത്രനായിരിക്കുന്ന നാഭിക്ക് മേരുദേവിയിൽ സന്താനം ഉത്ഭവിക്കാതിരുന്നപ്പോൾ ആ പ്രജാഹീനരായിരിക്കുന്ന ദമ്പതിമാർ സന്താന ആഗ്രഹികളായിട്ട് ആ ഭഗവാനായിരിക്കുന്ന യജ്ഞപുരുഷനെ സാവധാനത്തിൽ പൂജിച്ചു എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത്. നാഭി പുത്രകാമനായിട്ട് പുത്രനില്ലാത്ത മേരുദേവിയോട് കൂടിയിട്ട് യജ്ഞമൂർത്തിയായിരിക്കുന്ന തന്തിരുവടിയെ ഏകാഗ്രചിത്തനായിട്ട് യജിച്ചു. അപ്പം ഇതിലെ വ്യാഖ്യാനം തൃതീയേ ചരിതം നാഭേഹേ, ആ തൃതീയത്തിൽ നാഭിയുടെ ചരിത്രം പരം മംഗളം ഈര്യത്തെ പരമമംഗളം ആയിരിക്കുന്ന ആ നാഭിയുടെ ചരിത്രത്തെ വിവരിക്കുന്നു. യസ്യ യജ്ഞേ ഇവിടെ ആ യജ്ഞത്തിൽ പ്രതീതഃ സൻ പുത്രോഭൂത് ഋഷഭോ ഹരി ആ നാഭിയുടെ പുത്രനായിട്ട് ആ ഋഷഭൻ ആ ഹരിയുടെ അവതാരമായിട്ട് അവിടെ അവതരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ തൃതീയേ ചരിതം നാഭേയ പരം മംഗളമീര്യതേ യസ്യ യജ്ഞേ പ്രതീതഃ സൻ പുത്രോഭൂത് ഋഷഭോ ഹരിഹി. എന്നിട്ട് ശ്രീശുകൻ പറയുകയാണ്. ശ്രീശുക ഉവാച ആഗ്നീധ്രപുത്രോ നാഭി ആഗ്നീധ്രപുത്രനായിരിക്കുന്ന നാഭി പുത്രകാമനായിട്ട് മേരുദേവ്യാ പത്ന്യാസഹ മേരുദേവിയാകുന്ന പത്നിയോടുകൂടി യജ്ഞപുരുഷം യജ്ഞേനായജത യജ്ഞപുരുഷനെ യജ്ഞം കൊണ്ട് യജിച്ചു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ആഗ്നീധ്രപുത്രോ നാഭി ആഗ്നീധ്രപുത്രനായിരിക്കുന്ന നാഭി പുത്രകാമഃ സൻ പുത്രകാമനായിട്ട് മേരുദേവ്യാ പത്ന്യാസഹ മേരുദേവിയാകുന്ന അപത്നിയോടുകൂടി യജ്ഞപുരുഷനെ യജ്ഞേനായജത ആ യജ്ഞം കൊണ്ട് യജിച്ചു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം ശ്രീശുക ഉവാച ആഗ്നീധ്രപുത്രോ നാഭി പുത്രകാമഃ സൻ മേരുദേവ്യാ പത്ന്യാ സഹ യജ്ഞപുരുഷം യജ്ഞേനായജത. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തസ്യ ഹവാ ശ്രദ്ധയാ വിശുദ്ധഭാവേന യജതഃ പ്രവർഗ്യേഷു പ്രചരൽസു ദ്രവ്യദേശകാലമന്ത്രത്വിക് ദക്ഷിണാവിധാനായോഗോപപത്യാ ദുരധിഗമോപി ഭഗവാൻ ഭാഗവതവാത്സല്യതയാ സുപ്രതീക ആത്മാനമപരാജിതം നിജജനാഭിപ്രേതാർത്ഥ വിധിൽസയാ ഗൃഹീതഹൃദയോ ഹൃദയംഗമം മനോനയനാനന്ദനാവയവാഭിരാമം ആവിശ്ചകാര. ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ
പറഞ്ഞത് തസ്യ ഹവാവ ശ്രദ്ധയാ വിശുദ്ധഭാവേന യജതഃ പ്രവർഗേഷു പ്രചരൽസു ദ്രവ്യദേശകാലമന്ത്രർത്വിഗ്ദക്ഷിണാവിധാന യോഗോപപത്യ ദുരധിഗമോപി ഭഗവാൻ ഭാഗവതവാത്സല്യതയാ സുപ്രതീക ആത്മാനമപരാജിതം നിജജനാഭിപ്രേതാർത്ഥവിധിൽസയാ ഗൃഹീതഹൃദയോ ഹൃദയംഗമം മനോനയനാനന്ദനാവയവാഭിരാമം ആവിശ്ചകാര. ഇവിടെ ശ്രദ്ധയോടും ശ്രദ്ധയാ വിശുദ്ധഭാവേന ച അശുദ്ധ മനസ്സോടും കൂടി യജതഃ യജിക്കുന്ന തസ്യഹ വാവ ആ അദ്ദേഹത്തിൻ്റെ യജ്ഞത്തിൽ തസ്യഹ വാവ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ യജ്ഞത്തിൽ ദ്രവ്യദേശകാലമന്ത്ര ഋത്വിക് ദക്ഷിണാവിധാന യോഗോപപത്യ ഒറ്റ വാക്കാണ്. ദ്രവ്യം ദേശം കാലം മന്ത്രം ഋത്വിക്കുകൾ ദക്ഷിണ അനുഷ്ഠാനം എന്നിവയാൽ ദുരധിഗമഃ അപി അപ്രാപ്യനാണെങ്കിലും പ്രവർഗ്യേഷു പ്രചരൽസു അപ്രവർഗ്യം എന്ന കർമ്മം നടന്നുകൊണ്ടിരിക്കെ ഭാഗവതവാത്സല്യതയാ ഭക്തവാത്സല്യം നിമിത്തം ഗൃഹീത ഹൃദയ വശീകരിക്കപ്പെട്ടവനായിട്ട് നിജജന അഭിപ്രേത അർത്ഥവിധിൽസയാ സ്വന്തം ആളുകളുടെ ഇംഗിതത്തെ സാധിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ഭഗവാൻ മഹാവിഷ്ണു സുപ്രതീകഃ മനോഹരമായ രൂപത്തിൽ അപരാജിതം ആർക്കും കിടപിടിക്കാനാവാത്തതും ഹൃദയം ഗമം മനോഹാരിയായതും മനോനയനാനന്ദന അവയവാഭിരാമം മനസ്സിനും കണ്ണിനും ആനന്ദം നൽകുന്ന മനോഹര അവയവങ്ങളുള്ളതുമായിരിക്കുന്ന ആത്മാനം തൻ്റെ രൂപത്തെ ആവിശ്ചകാര ആവിർഭവിപ്പിച്ചു. ഒന്നുകൂടി നോക്കാം നമുക്ക്. ശ്രദ്ധയോടും വിശുദ്ധഭാവേന ച ശുദ്ധമനസ്സോടും കൂടി യജതഃ യജിക്കുന്ന തസ്യഹ വാവ അദ്ദേഹത്തിൻ്റെ ആ യജ്ഞത്തിൽ ദ്രവ്യദേശകാലമന്ത്ര ഋത്വിക് ദക്ഷിണാ വിധാനയോഗോപപത്യ ആ ദ്രവ്യം ദേശം കാലം മന്ത്രം ഋത്വിക്കുകൾ ദക്ഷിണ അനുഷ്ഠാനം എന്നിവയാൽ ദുരധിഗമഃ അപി അപ്രാപ്യനാണെങ്കിലും പ്രവർഗ്യേഷു പ്രചരൽസു പ്രവർഗ്യമെന്ന കർമ്മം നടന്നുകൊണ്ടിരിക്കെ ഭാഗവതവാത്സല്യതയാ ഭക്തവാത്സല്യം നിമിത്തം ഗൃഹീതഹൃദയ വശീകരിക്കപ്പെട്ടവനായിട്ട് നിജജന അഭിപ്രേത അർത്ഥവിധിൽസയാ സ്വന്തം ആളുകളുടെ ഇംഗിതത്തെ സാധിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ ഭഗവാൻ മഹാവിഷ്ണു സുപ്രതീകഃ മനോഹര രൂപത്തിൽ അപരാജിതം ആർക്കും കിടപിടിക്കാനാവാത്തതും ഹൃദയംഗമം മനോഹാരിയായതും മനോനയന ആനന്ദന അവയവാഭിരാമം മനസ്സിനും കണ്ണിനും ആനന്ദം നൽകുന്ന മനോഹരാവയവങ്ങളുള്ളതുമായിരിക്കുന്ന ആത്മാനം തൻ്റെ രൂപത്തെ ആവിശ്ചകാര ആവിർഭവിപ്പിച്ചു. അപ്പോൾ ഇവിടെ ശ്രദ്ധയാ വിശുദ്ധഭാവേന ച യജതഃ തസ്യ വാവ ദ്രവ്യദേശകാലമന്ത്രഋത്വിക് ദക്ഷിണാവിധാനയോഗോപപത്യ ദുരധിഗമഃ അപി പ്രവർഗ്യേഷു ഭാഗവതവാത്സല്യതയാ ഗൃഹീതഹൃദയഃ നിജജന അഭിപ്രേത അർത്ഥവിധിൽസയാ ഭഗവാൻ സുപ്രതീകഃ അപരാജിതം ഹൃദയംഗമം മനോനയനാനന്ദന അവയവാഭിരാമം ആത്മാനം ആവിശ്ചകാര എന്നുള്ളതാണ് അതിൽ ആ ഗദ്യം വരിക. അപ്പോൾ ശ്രദ്ധയോടും ആ ശുദ്ധ മനസ്സോടും കൂടിയിട്ട് യജിക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ ആ യജ്ഞത്തിലെ ദ്രവ്യം ദേശം കാലം മന്ത്രം ഋത്വിക്കുകൾ ദക്ഷിണ അനുഷ്ഠാനം എന്നിവയാൽ അപ്രാപ്യനെങ്കിലും ആ പ്രവർഗ്യം എന്ന കർമ്മം നടന്നുകൊണ്ടിരിക്കെ ഭക്തവാത്സല്യം നിമിത്തം വശീകരിക്കപ്പെട്ടവനായിട്ട് ആ സ്വന്തം ആളുകളുടെ ഇംഗിതത്തെ സാധിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ മഹാവിഷ്ണു മനോഹരമായ രൂപത്തിൽ ആർക്കും കിടപിടിക്കാനാവാത്തതും മനോഹാരിയായതും മനസ്സിനും കണ്ണിനും ആനന്ദം നൽകുന്ന മനോഹര അവയവങ്ങളുള്ളതുമായിരിക്കുന്ന തൻ്റെ ആ സ്വരൂപത്തെ ആവിർഭവിപ്പിച്ചു. ദ്രവ്യദേശകാലാദികളായിരിക്കുന്ന 7 കാര്യങ്ങളോടെ എത്ര തന്നെ ശ്രദ്ധയോടെ യജിച്ചാലും ഭഗവാൻ പ്രത്യക്ഷമാകാൻ പ്രയാസമാണ്. എന്നിരിക്കലും ആ ഭക്തവാത്സല്യം ഹേതുവായിട്ട് നാഭിയുടെ യജ്ഞത്തിലെ പ്രവർഗ്യം എന്ന കർമ്മം നടന്നുകൊണ്ടിരിക്കെ ആ മഹാവിഷ്ണു തൻ്റെ അതിമനോഹരമായ രൂപത്തിൽ ഭക്താനുഗ്രഹാർത്ഥം
ദർശനം നൽകി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രവർഗ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ശതപഥ ബ്രാഹ്മണത്തിൽ പ്രവർഗ്യത്തിൻ്റെ നിർവചനം ഇപ്രകാരമാണ്. തത് വിഷ്ണോഃ ശിരഃ ഘൃംഗിതി പപാതഃ തത് പതിത്വാസാവാദിത്യോ അഭവദഥേതരഃ പ്രാങ്ങേവ പ്രാവൃജ്യതദ്യതാ പ്രാവൃജ്യതദ്യത് ഘൃംഗിത്യ പതത് തസ്മാത് ധർമ്മോധ യത് പ്രാവൃജ്യത തസ്മാത് പ്രവർഗ്യഃ. കുറച്ച് പണിയുണ്ട്, ഒന്നുകൂടി പറയാം. തദ് വിഷ്ണോഃ ശിരസ ഘൃംഗിതി പപാതഃ തൽ പതിത്വാസാവാദിത്യോ ഭവദഥേതര പ്രാങ്ങേവ പ്രാവൃജ്യത തദ്യത് ഘൃംഗിത്യ പതത്തസ്മാത് ധർമ്മോ അഥ യത് പ്രാവൃജ്യത തസ്മാത് പ്രവർഗ്യഃ എന്ന് പറയുന്നത്. അപ്പോൾ ശിരസ്സും ശരീരവും തമ്മിൽ വേർപെടുന്നതും വീണ്ടും യോജിക്കുന്നതുമായിരിക്കുന്ന ഒന്നാണ് പ്രവർഗ്യം. ശിരസ്സും ശരീരവും തമ്മിൽ വേർപെടുന്നതും വീണ്ടും യോജിക്കുന്നതുമായ ഒന്നാണ് പ്രവർഗ്യം. ഇതൊക്കെ ആ യജ്ഞത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. തദ്വാൻ നരാസനയെ എന്ന ഋത്വിക് മന്ത്രത്തിലെ മധുവിദ്യ തന്നെയാണ് പ്രവർഗ്യം. മധുവിദ്യ എന്ന് പറഞ്ഞിട്ട് ഒരു കർമ്മമുണ്ട്, അതിനെയാണ് പ്രവർഗ്യം എന്ന് പറയുന്നത്. യജ്ഞത്തിൽ വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു കർമ്മമാണ് പ്രവർഗ്യം. അഗ്നിഷ്ടോമത്തിൽ ഉപസദം എന്നതിന് മുമ്പോ പിമ്പോ പ്രവർഗ്യം നടത്താം. ഇവിടെ ശരീരഛേദങ്ങളൊന്നും അല്ല, യജ്ഞത്തിൻ്റെ ശിരസ്സാണ് ആദിത്യനെന്ന് സങ്കല്പിച്ചിട്ട് ചെയ്യുന്ന കർമ്മം ആണിത്. ഈ കർമ്മം നിർബന്ധം ഒന്നും അല്ല, പക്ഷേ അതിൻ്റെ ഫലമായിട്ട് യജമാനന് ദിവ്യസ്വരൂപം സിദ്ധിക്കും. സോഗ്നേർ ദേവയോന്യ ആഹൂതിഭ്യഃ സംഭവതി ഋങ്മയോ യജുർമയോ സാമമയോ ദേവമയോ ബ്രഹ്മമയോ അമൃതമയഃ സംഭൂയ ദേവതാ യജ്ഞക്രതുന അപ്യേതി. ഇതരേ ബ്രാഹ്മണത്തിൽ പറയുന്നതാണ്. അപ്പോൾ ദശരഥൻ്റെ ആശ്വമേധത്തിൽ പ്രവർഗ്യത്തിന് ശേഷമാണ് ഉപസദം എന്ന ആ കർമ്മം നടത്തിയതെന്ന് ആ രാമായണത്തിൽ പറയുന്നുണ്ട്. പ്രവർഗ്യം ശാസ്ത്രതഃ കൃത്വാ തഥൈവോപസദം ദ്വിജാഹ. അപ്പോൾ പ്രവർഗ്യം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഈ യജ്ഞത്തിലത്തെ ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ്. അപ്പോൾ ശ്രദ്ധയാ വിശ്വാസത്തോടും വിശുദ്ധഭാവേന ആശയ വിശുദ്ധിയോടും കൂടിയിട്ട് യജതഃ തസ്യ യജിക്കുന്ന അവൻ്റെ പ്രവർഗ്യേഷു പ്രവർഗ്യേഷു പ്രചരത്സു ആ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദ്രവ്യദേശകാലമന്ത്രത്വിഗ്ദക്ഷിണാവിധാനയോഗോപപത്യ ദ്രവ്യം ദേശം കാലം മന്ത്രം ഋത്വിക്കുകൾ ദക്ഷിണകൾ വിധാനം യോഗം എന്നിവയുടെ സമ്പത്തി കൊണ്ട് ദുരധികമഹ അഭിപ്രാപ്യനല്ലെന്നിരിക്കലും ഭഗവാൻ ഈശ്വരൻ ആ ഭാഗവത വാത്സല്യതയാ ഭക്തനിലുള്ള വാത്സല്യത്താൽ നിജജനാഭിപ്രേതാർത്ഥവിധിൽസയാ സ്വജനത്തിൻ്റെ അഭീഷ്ട കാര്യത്തെ സാധിപ്പിക്കണം എന്നുള്ള ആ ഇച്ഛയാൽ ഗൃഹീത ഹൃദയ വശീകരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനായിട്ട് സുപ്രതീക മനോഹര രൂപത്തോടു കൂടിയവനായിട്ട് അപരാജിതം ആരാലും ജയിക്കപ്പെടുവാൻ കഴിയാത്തതും ആത്മാനം സ്വരൂപത്തെ ആ മനോനയനാനന്ദനാവയവാഭിരാമം മനസ്സിനും നയനങ്ങൾക്കും ആനന്ദം ജനിപ്പിക്കുന്ന അവയവങ്ങളാൽ മനോഹരവും ഹൃദയംഗമം ഹൃദയത്തിൽ പ്രവേശിക്കുന്നതും ആക്കിയിട്ട് ആവിശ്ചകാര പ്രത്യക്ഷനായി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹമുണ്ടായാൽ എല്ലാം സാധിക്കും എന്നുള്ള ആ വിശ്വാസത്തോടും ആ സർവോത്തമൻ ആ ശ്രീനാരായണൻ തന്നെ സർവോത്തമനായിരിക്കുന്നവൻ ആ ശ്രീനാരായണൻ തന്നെ എന്നും ഉള്ള ആ ഭാവത്തോടു കൂടിയിട്ട് ഭഗവത് ആരാധനാരൂപമായിരിക്കുന്ന കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ദ്രവ്യദേശകാല മന്ത്രാദികൾ കൊണ്ട് ആ ഭഗവാനെ പ്രാപിപ്പാൻ കഴിയില്ല എങ്കിലും ഭഗവാൻ തന്നെ ഭക്തവാത്സല്യം നിമിത്തം ആ ഭക്തജന മനോരഥത്തെ സാധിപ്പിക്കണമെന്നുള്ള ഇച്ഛയെ സ്വീകരിച്ചതിനാൽ ആ ഭക്തഹൃദയത്തെയും നേത്രങ്ങളെയും ആനന്ദിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളായിരിക്കുന്ന അവയവങ്ങളോട് കൂടിയിട്ട് ഉള്ള ഒരു സ്വരൂപത്തെ
ഹൃദയംഗമമായിട്ട് വരത്തക്ക വിധത്തിൽ പ്രത്യക്ഷമാക്കിയിട്ട് ആർക്കും അധീനനല്ലാതെ സ്വതന്ത്രനാണെങ്കിലും ഭക്തിയെ ആദരിക്കുന്ന ആ ഭഗവാൻ ആ ഭക്തവാഞ്ചിതങ്ങളെ നൽകിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിലത്തെ അദ്ദേഹം അശ്രദ്ധയോടും പരിശുദ്ധ ഭാവത്തോടും കൂടി യജിക്കുമ്പോൾ പ്രവർഗ്യം എന്ന അകർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ദ്രവ്യങ്ങൾ, ദേശകാലങ്ങൾ, മന്ത്രങ്ങൾ, ഋത്വിക്കുകൾ, ദക്ഷിണ, അനുഷ്ഠാനപ്രകാരം എന്നിവയുടെ സമ്പത്ത് കൊണ്ടൊന്നും അനുഷ്ഠാനപ്രകാരം എന്ന് പറയുന്നതും ഇതുപോലുള്ള ഒരു ഇതാണ്. ദേശമന്ത്രങ്ങൾ, ഋത്വിക്കുകൾ, ദക്ഷിണ, അനുഷ്ഠാനപ്രകാരം എന്നിവയുടെ ആ സമ്പത്ത് കൊണ്ടൊന്നും പ്രാപിക്കപ്പെടുവാൻ കഴിയാത്തവനാണെങ്കിലും തന്തിരുവടി ഭക്തൽ വാത്സല്യത്താൽ ശോഭനാവയവങ്ങളോടുകൂടിയവനും ഭക്താഭീഷ്ടം ചെയ്യുവാനുള്ള ഇച്ഛയാൽ ആകൃഷ്ടഹൃദയനുമായിട്ട് ആരാലും ഒരിക്കലും ജയിക്കപ്പെടാത്തതും സുഖകരവും മനസ്സിനും കണ്ണിനും ആനന്ദം കൊടുക്കുന്ന അവയവങ്ങൾ കൊണ്ടും സുന്ദരവുമായിരിക്കുന്ന തൻ്റെ സ്വരൂപത്തെ അവിടെ പ്രകാശിപ്പിച്ചു. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. യസ്യ യജ്ഞേ പ്രതീതഃ സൻ പുത്രോ പറഞ്ഞൂല അതല്ല മേരുദേവപുത്രാസം തതോ യജ്ഞേ ആ യജ്ഞത്തിൽ ശ്രദ്ധയോട് കൂടിയിട്ടും ശുദ്ധഭാവത്തോട് കൂടിയിട്ടും സമ്യക് യജമാനസ്യ സമ്യക്കാകും വണ്ണം ആ യജ്ഞം അനുഷ്ഠിച്ചിട്ട് തസ്യ സതോ അവിടെ ആ ദയാൽ അതിൻ്റെ ആ ഭക്തവാത്സല്യ നിമിത്തം ദയ കൊണ്ട് സർവാലങ്കാരയുക്തനായിട്ട് ഭഗവാൻ പ്രാദുർബഭുവ അവിടെ ഭഗവാൻ അവതരിച്ചു, പ്രാദുർഭാവം ചെയ്തു എന്നർത്ഥം. തത്ര യജ്ഞേ ആ യജ്ഞത്തിൽ ശ്രദ്ധയാ ശുദ്ധഭാവേന സമ്യക് യജമാനസ്യ ആ ശുദ്ധഭാവം കൊണ്ടും ശ്രദ്ധ കൊണ്ടും ഒക്കെ സമ്യക്കാകും വണ്ണം യജ്ഞം ചെയ്തതിനാൽ തസ്യ സതോ അവിടെ ദയയാ ആ ഭക്തവാത്സല്യ നിമിത്തം സർവാലങ്കാരഭൂഷിതനായിട്ട് ഭഗവാൻ പ്രാദുർബഭുവ അവിടെ അവതരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ആ ശ്ലോകത്തിൽ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം അഥഃ തമാവിഷ്കൃതഭുജയുഗളദ്വയം ഹിരണ്മയം പുരുഷവിശേഷം കപിശകൗശേയാംബരധരമുരസി വിലസത് ശ്രീവത്സലലാമം ദരവരവനരുഹവനമാലാച്ഛൂര്യമൃതമണിഗദാദ്യഭിരുപലക്ഷിതം സ്ഫുടകിരണപ്രവര കടകകുണ്ടലകടിസൂത്രഹാര കേയൂരനൂപുരാന്ത്യംഗഭൂഷണ വിഭൂഷണമൃത്വിക് സദസ്യ ഗൃഹപതയോധനാ ഇവോത്തമാധനമുപലഭ്യ സബഹുമാനമർഹണേനാവനത ശീർഷാണ ഉപതസ്ഥു. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പഠിച്ച് വായിക്കുക. അഥഃ തത്തമാവിഷ്കൃതഭുജയുഗളദ്വയം ഹിരണ്മയം പുരുഷവിശേഷം കപിശകൗശേയാംബരധരമുരസി വിലസത് ശ്രീവത്സലലാമം ദരവരവനരുഹവനമാലാച്ഛൂര്യമൃതമണിഗദാദ്യഭിരുപലക്ഷിതം സ്ഫുടകിരണപ്രവര മുകുടകടകകുണ്ടലകടിസൂത്രഹാര കേയൂരനൂപുരാദ്യംഗഭൂഷണ വിഭൂഷണമൃത്വിക് സദസ്യ ഗൃഹപതയോ അധനാ ഇവോത്തമധനമുപലഭ്യ സബഹുമാനമർഹണേനാവനത ശീർഷാണ ഉപതസ്ഥു. അവിടെ ആ സർവാലങ്കാര വിഭൂഷിതനായിരിക്കുന്ന ആ ഭഗവാന്റെ ആ രൂപത്തെയാണ് പറയുന്നത്. ആ ഭഗവാന്റെ ദിവ്യകോമള രൂപം അത് കണ്ടിട്ട് ആ ഋത്വിക്കുകളും സദസ്യരും എല്ലാവരും ദരിദ്രന് നിധി കിട്ടിയ പോലുണ്ടാവുന്ന ആ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭഗവാനെ നമ്രശിരസ്കനായിട്ട് സ്തുതിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആവിഷ്കൃതഭുജയുഗളം പ്രകാശിപ്പിക്കപ്പെട്ട അഭുജയുഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൈകൾ, ഈ 2 കൈകൾ ചേർന്നിട്ട് 4 കൈകൾ, പ്രകാശിപ്പിക്കപ്പെട്ട 4 കൈകളോടുകൂടിയും
ഹിരൺമയം തേജോമയനായിട്ടും പുരുഷവിശേഷം പുരുഷോത്തമനായിട്ടും കപിശകൗശേയാംബരധരം കപിശങ്ങളായിരിക്കുന്ന പട്ടുവസ്ത്രങ്ങളെ ധരിച്ചും മിന്നുന്ന ഉരസി മാറിൽ വിലസത് ശ്രീവത്സലലാമം മാറിൽ ശോഭിക്കുന്ന ശ്രീവത്സമാകുന്ന അടയാളത്തോടു കൂടിയിട്ടും ധരവരവനരുഹവനമാല ശൂര്യാമൃതമണിഗദാദിഭി ഉപലക്ഷിതം ശ്രേഷ്ഠമായിരിക്കുന്ന ശംഖം താമര വനമാല ചക്രം കൗസ്തുഭം ഗദ എന്നീ ആയുധങ്ങളോട് കൂടിയിട്ടും സ്ഫുടകിരണപ്രവര മുകുട കുണ്ടല കടക കടിസൂത്രഹാര കേയൂര നൂപുരാദ്യംഗഭൂഷണ വിഭൂഷിതം ആ കിരണങ്ങൾ പ്രസരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന കിരീടം, കർണാഭരണങ്ങൾ, കടകം, അരഞ്ഞാൺ, മുത്തുമാലകൾ, തോൾവളകൾ, കാൽച്ചിലമ്പുകൾ മുതലായ ആ അംഗാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും ഇരിക്കുന്ന താം ആ ദേവനെ ഋത്വിക് സദസ്യ ഗൃഹപതയ ആ ഋത്വിക്കുകൾ, സദസ്യന്മാർ, ഗൃഹപതി എന്നിവർ, അധനാ ദരിദ്രന്മാർ, ഉത്തമധനം ഇവ ഉത്തമധനത്തെ എന്ന പോലെ ഉപലഭ്യ കണ്ടിട്ട് സബഹുമാനം ബഹുമാനത്തോടുകൂടും വിധം അർഹണേന അർഘ്യം കൊണ്ട് അവനതശീർഷാണ അവനമിപ്പിച്ച ശിരസ്സോടുകൂടി കുനിച്ച ശിരസ്സോടുകൂടി അർത്ഥം അവനമിപ്പിച്ച ശിരസ്സുകളോടുകൂടിയവരായിട്ട് ഉപതസ്ഥൂഹു സ്തുതിച്ചു. ഒന്നും കൂടി അടുത്ത പദങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം. ആവിഷ്കൃത ഭുജയുഗളദ്വയം പ്രകാശിപ്പിക്കപ്പെട്ട 4 കൈകളോടുകൂടിയും ഹിരൺമയം തേജോമയനായും പുരുഷവിശേഷം പുരുഷോത്തമനായും കപിശകൗശേയാംബരധരം കപിശങ്ങളായിരിക്കുന്ന പട്ടുവസ്ത്രങ്ങളെ ധരിച്ചും ഉരസി മാറിൽ വിലസൽ ശ്രീവത്സലലാമം ശോഭിക്കുന്ന ശ്രീവത്സമാകുന്ന അടയാളത്തോടു കൂടിയും ധരവരവനരുഹവനമാലാച്ഛൂര്യ അമൃതമണി ഗദാദിഭി ഉപലക്ഷിതം ആ ശ്രേഷ്ഠമായിരിക്കുന്ന ശംഖം, താമര, വനമാല, ചക്രം, കൗസ്തുഭം, ഗദ എന്നീ ആയുധങ്ങളോടുകൂടിയും സ്ഫുടകിരണപ്രവര മുകുട കുണ്ടല കടക കടിസൂത്രഹാര കേയൂര നൂപുരാദ്യംഗഭൂഷണ വിഭൂഷിതം കിരണങ്ങൾ പ്രസരിക്കുന്ന ശ്രേഷ്ഠമായ കിരീടം, കർണാഭരണങ്ങൾ, കടകം, അരഞ്ഞാൺ, മുത്തുമാലകൾ, തോൾവളകൾ, കാൽച്ചിലമ്പുകൾ മുതലായ ആ അംഗാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടും ഇരിക്കുന്ന തം ആ ദേവനെ ഋത്വിക് സദസ്യ ഗൃഹപതയ ഋത്വിക്കുകൾ, സദസ്യന്മാർ, ഗൃഹപതി എന്നിവർ, അധനാഹ ദരിദ്രന്മാർ, ഉത്തമധനം ഇവ ഉത്തമധനത്തെ എന്ന പോലെ ഉപലഭ്യ കണ്ടിട്ട് സബഹുമാനം ബഹുമാനത്തോടുകൂടും വിധം അർഹണേന അർഘ്യം കൊണ്ട് അവനതശീർഷാണ അവനമിപ്പിച്ച ശിരസ്സുകളോടുകൂടിയവരായിട്ട് ഉപതസ്ഥു സ്തുതിച്ചു. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിലെ അർത്ഥം ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടായാൽ എല്ലാം സാധിക്കും എന്നുള്ള വിശ്വാസത്തോടും ആ സർവോത്തമൻ ശ്രീനാരായണൻ തന്നെയുള്ള ആ ഭാവത്തോടു കൂടിയിട്ടും ആ ഭഗവതാരാധനാരൂപമായിരിക്കുന്ന കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദ്രവ്യ ദേശകാല മന്ത്രാദികൾ കൊണ്ട് ആ ഭഗവാനെ പ്രാപിക്കാൻ കഴിയില്ല എങ്കിലും ആ ഭഗവാൻ തന്നെ ആ ഭക്തവാത്സല്യം നിമിത്തം ഭക്തജന മനോരഥത്തെ സാധിപ്പിക്കണം എന്നുള്ള ഇച്ഛയെ സ്വീകരിച്ചതിനാൽ ആ ഭക്തഹൃദയത്തെയും നേത്രങ്ങളെയും ആനന്ദിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളായിരിക്കുന്ന അവയവങ്ങളോടുകൂടിയ ആ സ്വരൂപത്തെ ഹൃദയംഗമമായി വരത്തക്ക വിധത്തിൽ പ്രത്യക്ഷമാക്കി ആർക്കും അധീനനല്ലാത്ത സ്വതന്ത്രനാണെങ്കിലും ഭക്തിയെ ആദരിക്കുന്ന ഭഗവാൻ ആ ഭക്തജനവാഞ്ചിതങ്ങളെ നൽകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രത്യക്ഷം ആയിരിക്കുന്ന ആ ഭഗവത് രൂപത്തെ വിവരിക്കുകയാണ്. 4 കൈകളോടും അവയിൽ ശംഖം, താമരപ്പൂവ, ചക്രം, ഗദ എന്നീ ആയുധങ്ങളെ പ്രകാശിപ്പിച്ചും മഞ്ഞപ്പെട്ട് വസ്ത്രങ്ങൾ ഉടുത്തും ഉത്തരീയമായിട്ട് ധരിച്ചിട്ടും മഞ്ഞപ്പെട്ട് മാറിൽ പ്രകാശിക്കുന്ന ശ്രീവത്സം എന്ന ആ മറിവിനോടും വനമാലയോടും കൂടിയും അതിപ്രഭയുള്ള കിരീടം, കുണ്ടലങ്ങൾ, കൈവളകൾ, അരഞ്ഞാൺ, മുത്തുമാലകൾ, തോൾവളകൾ, പാദസരങ്ങൾ മുതലായ ആഭരണങ്ങളാൽ അതത് അവയവങ്ങളെ അലങ്കരിച്ചും തേജോമയനായി പ്രത്യക്ഷനായിരിക്കുന്ന ആ പുരുഷോത്തമനെ ഋത്വിക്കുകൾ, സദസ്സിലുള്ളവർ, യജമാനായിരിക്കുന്ന നാഭി മുതലായവർ, അതിദരിദ്രന്മാർ ഉത്തമനിധിയെ എന്ന പോലെ കണ്ടിട്ട് ഉടനെ ബഹുമാനപൂർവം അർഘ്യം സമർപ്പിച്ചിട്ട് വിനയാധിക്യത്താൽ തല താഴ്ത്തിയിട്ട്
നമസ്കരിച്ച് അദ്ദേഹത്തെ സ്തുതിച്ചു. ഭഗവാനെ അവിടെ എണീറ്റ് അവർ സ്തുതിച്ചു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനന്തരം ആ 4 തൃക്കൈകളെ പ്രകാശിപ്പിച്ചവനും തേജോമയനും പീതാംബരധരനും മാറിടത്തിൽ ശോഭിക്കുന്ന ശ്രീവത്സം എന്ന അടയാളത്താൽ അലങ്കൃതനും ശ്രേഷ്ഠമായ ശംഖം, പത്മം, വനമാല, ചക്രം, കൗസ്തുഭരത്നം, ഗദ മുതലായവയോടുകൂടിയവനും നല്ല പ്രകാശമുള്ള ദിവ്യരത്നങ്ങളാൽ നിർമ്മിതങ്ങളായ കിരീടം, കുണ്ടലം, വളകൾ, അരഞ്ഞാൺ, മുത്തുമാലകൾ, തോൾവളകൾ, ചിലമ്പുകൾ മുതലായ ആഭരണങ്ങളാൽ അലങ്കൃതനുമായിരിക്കുന്ന നിന്തിരുവടിയെ പ്രാപിച്ച് ഋത്തിക്കുകൾ, സദസ്യർ, യജമാനർ മുതലായവരെല്ലാം നിർധനന്മാർ നിധിയെ എന്ന പോലെ ശിരസ്സു താഴ്ത്തി വന്ദിച്ചുകൊണ്ട് ബഹുമാന പുരസ്സരം അർഘ്യാദികളോടുകൂടി ചെന്ന് ഭജിച്ചു. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. തഥാ അപ്പോൾ ചതുർഭുജം തേജോമയം, ഭഗവാൻ ചതുർഭുജനായിട്ട് തേജോമയനായിട്ട് കൗശേയാംബര ധരം ഉരസി, ആ ഉരസിൽ കൗശേയം, ആ മിന്നുന്ന ആ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വിലസ ശ്രീവത്സ ചിഹ്നം, ആ മാറിൽ ആ ശ്രീവത്സ ചിഹ്നം അണിഞ്ഞ് ശംഖചക്ര ഗദാധിപി, ശംഖം ചക്രം തുടങ്ങിയിരിക്കുന്ന ആ ആയുധങ്ങളോട് കൂടിയിട്ട് ശോഭിച്ചു. അവിടെ ഭഗവാൻ ഇങ്ങനെ ശോഭിച്ചത് തഥാ ചതുർഭുജം തേജോമയം പ്രകാരം ആ ചതുർഭുജനായിട്ട് തേജോമയനായിട്ട് കൗശേയാംബരധരമുരസി, ആ മിന്നുന്ന ആ മഞ്ഞപ്പട്ട് ആ മുരസ്സിൽ ധരിച്ചവനായിട്ട് വിലസൽ ശ്രീവത്സ ചിഹ്നം, ആ ശ്രീവത്സ ചിഹ്നം അണിഞ്ഞ് ശ്രീവത്സ ചിഹ്നം ശംഖചക്ര ഗദാധിപി, ശംഖചക്ര ഗദാദികളോട് കൂടിയിട്ട് അദ്ദേഹം അവിടെ പ്രാദുർബഭൂവ. ചതുർഭുജം തേജോമയം കൗശേയാംബരധരമുരസി വിലസൽ ശ്രീവത്സ ചിഹ്ന ശംഖചക്ര ഗദാദിഭി ശോഭിതം എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഋത്വിജ ഊചുഹു, ഋത്വിക്കുകൾ പറയുകയാണ്. അർഹസി മുഹുരർഹത്തമാർഹണമസ്മാകം അനുപഥാനാം നമോ നാമ ഇത്യേതാവത് സദുപശിക്ഷിതം. ഋത്വിജ ഊചുഹു, ഋത്വിക്കുകൾ പറഞ്ഞു. അർഹസി മുഹുരർ അസ്മാകമനുപഥാനാം നമോ നമ ഇത്യേതാവത് സദുപശിക്ഷിതം കോർഹതി പുമാൻ പ്രകൃതി ഗുണവ്യതിരേകമതിരനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതി പുരുഷയോർ അർവാക്തനാഭിർ നാമരൂപാകൃതിഭീരൂപനിരൂപണം. ശ്രദ്ധയോട് കൂടിയിട്ട് വായിക്കണം. ഋത്വിജ ഊചുഹു അർഹസി മുഹുരർഹത്തമമാർഹണമസ്മാകമനുപഥാനാം നമോ നമ ഇത്യേതാവത് സദുപശിക്ഷിതം കോർഹതി പുമാൻ പ്രകൃതിഗുണവ്യതിരേകമതിരനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതിപുരുഷയോരർവാക്തനാഭിർനാമരൂപാകൃതിഭീരൂപനിരൂപണം. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൂജ്യന്മാരിൽ പൂജ്യനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം, ആ ഭഗവാന് നമസ്കരിക്കുകയാണ്. അർഹസി മുഹുർ അർഹത്തമാർഹണം, അർഹണീയരിൽ അർഹണനായിരിക്കുന്ന പൂജ്യന്മാരിൽ വെച്ച് പൂജ്യനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. അസ്മാകമനുപഥാനാം നമോ നമ, നമസ്കാരം. ഇത്യേതാവത് സദുപശിക്ഷിതം എന്ന് പറയുവാൻ മാത്രമേ ഞങ്ങൾക്ക് ഉപദേശം ഉള്ളൂ. പ്രകൃതി പുരുഷന്മാർക്ക് പരനായിരിക്കുന്ന സാക്ഷാൽ ഈശ്വരനായിരിക്കുന്ന അങ്ങയുടെ നാമരൂപാദികളെ വർണ്ണിച്ച് സ്തുതിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല. അതാണ് ആ ഇതിൻ്റെ അർത്ഥം. ഇത്യേതാവത് സദുപശിക്ഷിതം, ഇത്രയാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. കോർഹതി, നമ്മൾക്ക് അർഹതയില്ല. പുമാൻ, ആ പുരുഷനെ പറ്റിയിട്ട്, ഭഗവാനെ പറ്റിയിട്ട്. പ്രകൃതി ഗുണവ്യതിരേകമതിരനീശ ഈശ്വരസ്യ, പ്രകൃതി പുരുഷന്മാർക്കും ഉപരിയായിരിക്കുന്ന സാക്ഷാൽ ഈശ്വരനായിരിക്കുന്ന അങ്ങയുടെ നാമത്തെ
നാമരൂപാദികളെപ്പറ്റി വർണ്ണിപ്പാൻ ഈശ്വരസ്യ പരസ്യ പ്രകൃതി പുരുഷയോരർവാക്തനാഭിർ നാമരൂപാകൃതിഭീ രൂപനിരൂപണം. അങ്ങയുടെ ആ നാമരൂപാദികളെ വർണ്ണിച്ച് സ്തുതിപ്പാൻ ഞങ്ങൾ പ്രാപ്തനല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അർവാക്തനാഭി സ്വാ അസ്പൃശന്തീഭി പ്രപഞ്ചാന്തർഗതഭീ എന്ന് ശ്രീധരീയത്തിലൊക്കെ പറയുന്നുണ്ട്. പ്രകൃതിയിൽ ഉൾക്കൊണ്ടിരുന്ന ആ പ്രപഞ്ചാന്തർഗതങ്ങളായിരിക്കുന്ന എന്നിങ്ങനെ വിവിധ പ്രകാരേണ ഓരോ വ്യാഖ്യാതാക്കളാൽ അതിന് അർത്ഥം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനം ഭഗവാന്റെ നാമരൂപങ്ങളെ അറിയാൻ അപര്യാപ്തമാണെന്ന് അർത്ഥം. നാമരൂപാകൃതി ഭീ രൂപനിരൂപണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള പൂജ്യന്മാരിൽ പൂജ്യനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട് അർത്ഥം നോക്കാം. ഋത്വിജ ഊജുഹു അർഹസി മുഹുര അർഹത്തമാർഹണമസ്മാകമനുപഥാനാം നമോ നമ ഇത്യേതാവത് സതുപശിക്ഷിതം കോർഹതി പുമാൻ പ്രകൃതിഗുണവ്യതികരമതിരനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതി പുരുഷയോരർവാക്തനാഭിർനാമരൂപാകൃതിഭീ രൂപനിരൂപണം. അർഹത്തമ ഹേ മഹാപൂജ്യ അനുപഥാനാം ഭൃത്യന്മാരായിരിക്കുന്ന അസ്മാകം അർഹണം ഞങ്ങളുടെ പൂജയെ. ഭൃത്യന്മാരായിരിക്കുന്ന അനുപഥാനാം അസ്മാകം അർഹണം ഭൃത്യന്മാരായിരിക്കുന്ന ഞങ്ങളുടെ പൂജയെ മുഹുഹു സ്വീകർത്തും അർഹസി സ്വയമേവ സ്വീകരിപ്പാൻ അങ്ങ് അർഹനാകുന്നു. നമോ നമ നമസ്കാരം നമസ്കാരം. ഇതി ഏതാവത് സതുപശിക്ഷിതം എന്നിത്രയാണ് ആ സത്തുക്കൾ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രകൃതി പുരുഷവ്യതികര പ്രകൃതി പ്രകൃതി ഗുണവ്യതികരമതി പ്രകൃതി ഗുണങ്ങളുടെ ആ സമ്മേളനത്തിൽ ആ മനസ്സോടു കൂടിയിരിക്കുന്ന അനീശ അസമർത്ഥനായിരിക്കുന്ന പുമാൻ ഏതൊരു പുരുഷൻ പ്രകൃതി പുരുഷയോഹോ ആ പ്രകൃതി പുരുഷന്മാരിൽ നിന്ന് പരസ്യ ഈശ്വരസ്യ പരനായിരിക്കുന്ന ഈശ്വരൻ്റെ രൂപനിരൂപണത്തെ അർവാക്തനാഭി പിമ്പുണ്ടായിരിക്കുന്ന നാമരൂപാകൃതികളെ കൊണ്ട് കർത്തും അർഹതി ചെയ്യുവാൻ അർഹിക്കുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ച് നമുക്ക് പരിശോധിക്കാം പദങ്ങളുടെ അർത്ഥം. അർഹത്തമ അല്ലയോ അർഹത്തമ ഹേ പൂജ്യ അനുപഥാനാം ഭൃത്യന്മാരായിരിക്കുന്ന അസ്മാകം അർഹണം ഞങ്ങളുടെ പൂജയെ. അസ്മാകം അർഹണം ഞങ്ങളുടെ പൂജയെ. മുഹുഹു സ്വീകർത്തും അർഹസി സ്വയമേവ സ്വീകരിപ്പാൻ അങ്ങ് അർഹനാകുന്നു. മുഹുഹു സ്വീകർത്തും അർഹസി. അർഹത്തമ അനുപഥാനാം അസ്മാകം അർഹണം മുഹുഹു സ്വീകർത്തും അർഹസി സ്വയമേവ അങ്ങ് നമ്മുടെ പൂജയെ സ്വീകരിക്കാൻ അർഹനാണെന്നർത്ഥം. നമോ നമ ഇതി അങ്ങയ്ക്ക് നമസ്കാരം നമസ്കാരം. ഇത് ഏതാവത് സതുപശിക്ഷിതം എന്നത്രയാണ് സത്തുക്കൾ ഞങ്ങളെ ഇങ്ങനെ അങ്ങയെ പൂജിപ്പാൻ അങ്ങയെ സ്തുതിപ്പാൻ ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കണമെന്നർത്ഥം. പ്രകൃതി ഗുണവ്യതികരമതി പ്രകൃതി ഗുണങ്ങളുടെ സമ്മേളനത്തിൽ മനസ്സോടു കൂടിയിരിക്കുന്ന അനീശ അസമർത്ഥനായിരിക്കുന്ന കപ്പുമാൻ ഏതൊരു പുരുഷൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് അറിയുവാൻ അസമർത്ഥനായിരിക്കുന്ന ഏതൊരു പുരുഷൻ പ്രകൃതി പുരുഷന്മാരിൽ നിന്നും പരസ്യ ആ പ്രകൃതി പുരുഷന്മാർക്ക് പരനായിരിക്കുന്ന ഈശ്വരൻ്റെ ആ രൂപനിർണയം അവർക്ക് എങ്ങനെ സാധിക്കുന്നത് രൂപനിരൂപണത്തെ അർവാക്തനാഭി മുമ്പുണ്ടായിരിക്കുന്ന ആ ഈശ്വരൻ്റെ എല്ലാറ്റിനും മുമ്പുണ്ടായിരിക്കുന്ന ഈശ്വരൻ്റെ നാമരൂപാകൃതിഭി നാമരൂപങ്ങളെ കൊണ്ട് കർത്തും എങ്ങനെയാണ് അത് ആ പുരുഷൻ അങ്ങനെ ആ സാധാരണ ഒരു മനുഷ്യന് എങ്ങനെയാണ് ആ ഈശ്വരൻ്റെ ആ മഹത്വം അറിയാൻ സാധിക്കുന്നതിനർത്ഥം.
രൂപാകൃതികളെ കൊണ്ട് ചെയ്യുവാൻ അർഹിക്കുന്നു. അതുകൊണ്ട് ആ ഭഗവാനെ എങ്ങനെ അറിയാൻ സാധിക്കണം, എങ്ങനെയാണ് ഇനി സ്തുതിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. അർഹത്തമാ ഹേ മഹാപൂജ്യ അനുപഥാന ഭൃത്യന്മാരായിരിക്കുന്ന അസ്മാകം അർഹണം, ഞങ്ങളുടെ പൂജയെ മുഹുഹു സ്വീകർത്തും അർഹസി, സ്വയമേവ സ്വീകരിപ്പാൻ അങ്ങ് അർഹനാകുന്നു. നമോ നമഃ, അങ്ങയ്ക്ക് നമസ്കാരം. ഇതി ഏതാവത് സതുപശിക്ഷിതം, എന്നത്രേ സത്തുക്കൾ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്നത്. പ്രകൃതി ഗുണവ്യതികരം അതി വ്യതികരമതി, പ്രകൃതി ഗുണങ്ങളുടെ സമ്മേളനത്തിൽ മനസ്സോടുകൂടിയിരിക്കുന്ന അനീശഃ, അസമർത്ഥനായിരിക്കുന്ന കപ്പുമാൻ, ഏതൊരു പുരുഷൻ പ്രകൃതി പുരുഷന്മാരിൽ നിന്നും പരസ്യ ഈശ്വരസ്യ, പരനായിരിക്കുന്ന ഈശ്വരൻ്റെ രൂപനിരൂപണം. ആ രൂപനിരൂപണം എങ്ങനെ അവർക്ക് സാധ്യമാവുന്നു, എങ്ങനെ ചെയ്യാൻ പറ്റണു എന്നുള്ളതാണ് രൂപനിരൂപണം. ആ രൂപനിരൂപണത്തെ അർവാക്തനാഭി, പിമ്പുണ്ടായിരിക്കുന്ന രൂപാകൃതിഭി, മുമ്പുണ്ടായിരുന്ന നാമരൂപങ്ങളെ കൊണ്ട്, രൂപാകൃതികളെ കൊണ്ട് കർത്തും അർഹതി, ചെയ്യുവാൻ അർഹിക്കുന്നു. എങ്ങനെയാണ് അത് ആ രൂപനിരൂപണം ചെയ്യണത് എന്നാണ് ചോദിക്കുന്നത്. പരുത്തികൾ പറയുകയാണ്, ഹേ പൂജ്യന്മാരിൽ വെച്ചും പൂജ്യനായിരിക്കുന്നവനെ, സർവസമ്പൽ പരിപൂർണനാകുന്നു നിന്തിരുവടി. എന്നാലും ആശ്രിതന്മാരായ ഞങ്ങൾ സമർപ്പിക്കുന്ന പൂജയെ സ്വയമേവ സ്വീകരിക്കാൻ അങ്ങ് അർഹനാകുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിപ്പാൻ ശക്തരല്ല. അങ്ങയുടെ രൂപം ദുർജ്ഞേയമായതിനാൽ നമസ്കാരം നമസ്കാരം എന്ന് പറയാൻ മാത്രമേ സത്തുക്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ പ്രകൃതി പുരുഷന്മാരെ അതിക്രമിച്ചിരിക്കുന്ന സർവേശ്വരനായിരിക്കുന്ന നിന്തിരുവടിയെ അനന്തരമുണ്ടായിട്ടുള്ള നാമരൂപാകൃതി വിശേഷങ്ങൾ കൊണ്ട് നിർണയിച്ച് പറവാൻ പ്രകൃതി കാര്യമായിരിക്കുന്ന ആ പ്രപഞ്ചത്തിൽ മാത്രം മനസ്സ് പ്രവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അസമർത്ഥനായിരിക്കുന്ന ഏതൊരുവന് എങ്കിലും ശക്തനാകുമോ? നാമരൂപം, ആകൃതി എന്നിവ പ്രകൃതി കാര്യങ്ങളാകുന്നു. ആ നിന്തിരുവടിയാകട്ടെ പ്രകൃതിയെ അതിക്രമിച്ചിരിക്കുന്നവനാകുന്നു. പ്രപഞ്ചത്തിൽ മാത്രം മനസ്സിനെ പ്രവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ആ മനോവ്യാപാരവും വാഗ്വ്യാപാരവും പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ മാത്രം സ്പർശിക്കുന്നതല്ലാതെ പ്രപഞ്ചാതീതനും സർവാന്തര്യാമിയുമായിരിക്കുന്ന നിന്തിരുവടിയുടെ രൂപത്തെ സ്പർശിക്കുകയില്ല. അതിനാൽ അങ്ങയുടെ മഹിമ ഇന്ന വിധം ആണെന്ന് അവർ എങ്ങനെ അറിയും? അതിനാൽ അങ്ങയെ സ്തുതിപ്പാൻ സാമർഥ്യം ഞങ്ങൾക്കില്ല എന്നാണ് ഇതുകൊണ്ട് സാരമാക്കുന്നത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ അനന്തരം ആ 4 തൃക്കൈകളെ കൊണ്ട് പ്രകാശിപ്പിച്ചവനും തേജോമയനും പീതാംബരധരനും മാറിടത്തിൽ ശോഭിക്കുന്ന ശ്രീവത്സം എന്ന അടയാളത്താൽ അലങ്കൃതനും ശ്രേഷ്ഠനും ആയിരിക്കുന്ന ശംഖം, പത്മം, വനമാല, ചക്രം, കൗസ്തുഭരത്നം, ഗദാ മുതലായവയോട് കൂടിയവനും നല്ല പ്രകാശമുള്ള ദിവ്യരത്നങ്ങളാൽ നിർമ്മിതങ്ങളായിരിക്കുന്ന കിരീടം, കുണ്ടലം, വളകൾ, അരഞ്ഞാൺ, മുത്തുമാലകൾ, തോൾവളകൾ, ചിലമ്പുകൾ മുതലായ ആഭരണങ്ങളാൽ അലങ്കൃതനുമായിരിക്കുന്ന തന്ത്രിവടിയെ പ്രാപിച്ച് ഋത്തിക്കുകൾ, സദസ്യർ, യജമാനൻ മുതലായവരെല്ലാം നിർധനന്മാർ നിധിയെ എന്ന പോലെ ശിരസ്സു താഴ്ത്തി വന്ദിച്ചുകൊണ്ട് ബഹുമാന പുരസ്സരം അർഘ്യാദികളോടുകൂടി വന്ന് ഭജിച്ചു. പരമപൂജ്യ, അവിടുന്ന് പരമപൂർണനാണെങ്കിലും ഭൃത്യന്മാരായിരിക്കുന്ന അടിയങ്ങളുടെ പൂജയെ പിന്നെയും പിന്നെയും സ്വയം സ്വീകരിക്കുവാൻ അർഹനാകുന്നു. നമസ്കാരം നമസ്കാരം എന്ന് പറയുക മാത്രമാണ് സജ്ജനങ്ങൾ അടിയങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്തുതിക്കുവാൻ ശക്തി ഇല്ലെന്ന് കാണിക്കുന്നു. പ്രകൃതി ഗുണങ്ങളുടെ കാര്യമായ പ്രപഞ്ചത്തിൽ തന്നെ മനസ്സോടുകൂടിയവനും അതുകൊണ്ട് തന്നെ ഐശ്വര്യഭ്രഷ്ടനും ആയിരിക്കുന്ന ആർക്കാണ് പ്രകൃതി ഗുണങ്ങളിൽ നിന്നും അതീതനും സർവശക്തനുമായിരിക്കുന്ന നിന്തിരുവടിയുടെ സ്വരൂപത്തെ പ്രപഞ്ചാന്തർഗതങ്ങളായിരിക്കുന്ന ആ നാമം, രൂപം, ആകൃതി എന്നിവ കൊണ്ട് നിരൂപണം ചെയ്യുവാൻ കഴിയുക? അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. അപ്പോൾ ഇവിടെ മുകുട കുണ്ടല കടക കടിസൂത്രഹാര കേയൂര നൂപുരാന്ത്യംഗ ഭൂഷണ അംഗഭൂഷണഭൂഷിതം ഹരിം ദൃഷ്ട്വാ പ്രകാരം സർവാലങ്കാര ഭൂതനായി വന്നിരിക്കുന്ന ഹരിയെ കണ്ടിട്ട് സർവേ ഋഷിത്വാഗാദയോ, ഋഷികൾ എല്ലാവരും
ഋത്തിക്വാദയോ, ഋത്തിക്കുകളും സദസ്യരും യജമാനന്മാരും അർത്ഥം. അതാണ് ഋത്തിക്വാദയോ നമ്രാഹ സന്തസ്തം, എല്ലാവരും ശിരസ് കുനിച്ച പൂജയിച്ച് തുഷ്ടുഹു തോഷിപ്പിച്ചു, അദ്ദേഹത്തെ ഭഗവാനെ സ്തുതിച്ചു എന്നർത്ഥം. അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഒന്നും കൂടി അത് ചെല്ലാം പറയാം. മുകുട കുണ്ടല കടക കടിസൂത്ര ഹാരകേയൂര നൂപുരാന്ത്യംഗഭൂഷണഭൂഷിതം ഹരിം ദൃഷ്ട്വ, ആ സർവാലങ്കാര ഭൂഷിതനായിരിക്കുന്ന ഹരിയെ കണ്ടിട്ട് സർവേ എല്ലാവരും ഋത്വികാദയോ, ആ ഋത്വിക്കുകളും സദസ്യരും ഗൃഹപതികളും അതായത് യജമാനന്മാരും നമ്രശിരസ്കരായിട്ട് സന്തസ്തം പൂജയിത്വ, അദ്ദേഹത്തെ പൂജിച്ച് തുഷ്ടുഹു, അദ്ദേഹത്തെ തോഷിപ്പിച്ചു. അപ്പോൾ ഋഷയ ഊചു, ഋഷിമാർ പറഞ്ഞു, ഹേ പൂർണ്ണ, അല്ലയോ പൂർണ്ണനായിരിക്കുന്നവനെ, ത്വൽ സേവകാനാം അസ്മാകം, അങ്ങയുടെ സേവകന്മാരായിരിക്കുന്ന ഞങ്ങളാൽ തവാർഹണം പൂജിക്കപ്പെട്ട് നമോ നമ ഇത്യേവ, നമസ്കാരം നമസ്കാരം എന്ന് സ്തുതിക്കുന്നു. ഇതിനാണ് സദ്ഭി, സത്തുക്കൾ പോലും നമ്മളെ ശിക്ഷിതം പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മളെ സത്തുക്കളായിരിക്കുന്ന നമ്മളെ ഈ നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞ് പൂജിക്കാനാണ് പഠിപ്പിച്ചത്. ഹേ ഈശാലയോ ഈശ്വര, തവ ഗുണൈകദേശ കഥനാദൃതേ സ്വരൂപവർണ്ണനം കർത്തും, അങ്ങയുടെ ഗുണങ്ങൾ, കഥകൾ, അതിനെ ഇത്യാദികളെയൊക്കെ ആ സ്വരൂപവർണ്ണനത്തെ കർത്തും കോ നാമ പുമാൻ, ഏത് പുരുഷന്മാർക്കാണ് ഇതിനൊക്കെ ശക്നോതി, സംശയം ഉണ്ടാവാതിരിക്കുക. അത്രയ്ക്കും അങ്ങ് ആ സർവോത്തമനും സർവപുരുഷോത്തമനും ആദ്യനും ഒക്കെയാണ് എന്നാണ് പറയുന്നത്, മഹിമയുള്ളവനാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം നമുക്ക് അതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന്. ഹേ പൂർണ്ണ, ത്വൽ സേവകാനാം അസ്മാകം, അങ്ങയുടെ സേവകന്മാരായിരിക്കുന്ന ഞങ്ങളാൽ അർഹണം പൂജിക്കപ്പെടുന്നു. നമോ നമ, നമോ നമാന്ന് പൂജിക്കണു. ഇത്യേവം, ഇത്രമാത്രമാണ് സദ്ഭി, ആ സത്തുക്കളെ നമ്മെ ശിക്ഷിതം പഠിപ്പിച്ചിട്ടുള്ളത്. ഏ ഈശാലയോ ഈശ്വര, തവ ഗുണൈകദേശ കഥനാവൃത്തേ, അങ്ങയുടെ ആ ഗുണങ്ങൾ, ആ കഥനങ്ങൾ, സ്വരൂപവർണ്ണനം, ആ സ്വരൂപം വർണ്ണിക്കുക, ഇതൊക്കെ കർത്തും ചെയ്യുക. കോ നാമ പുമാൻ, ഏത് പുരുഷന്മാർക്കാണ് അതിനെയൊക്കെ പറ്റി നിരൂപണം ചെയ്യുന്നതിൽ ശക്നോതി, ആരാണ് ശങ്കിക്കാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹേ പൂർണ്ണ, ത്വൽ സേവകാനാമസ്മാകം അർഹണം തവാർഹണം നമോ നമ ഇത്യേവ സദ്ഭീ ശിക്ഷിതം. ഹേ ഈശ, തവ ഗുണൈക ദേശകഥനാദൃതേ സ്വരൂപവർണ്ണനം കർത്തും കോ നാമ പുമാൻ ശക്നോതി. ഇതാണ് അതിലത്തെ ആ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം. സകലജനനികായ വൃജിന നിരസന ശിവതമപ്രവര ഗുണഗണൈക ദേശകഥനാദൃതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സകല ജനനികായ വൃജിന നിരസന ശിവതമപ്രവര ഗുണഗണൈക ദേശകഥനാദൃതേ. ആ ജനസമൂഹത്തിൻ്റെ ആ പാപനിർമ്മാർജ്ജനത്തിന് ഉതകുന്ന ചില സ്തുതികൾ ചെയ്യുക എന്നതിൽ കവിഞ്ഞ് ഒന്നും സാധ്യമല്ല എന്നർത്ഥം. സകല ജനനികായ വൃജിന നിരസന ശിവതമപ്രവര ഗുണഗണൈക ദേശകഥനാദൃതേ. ആ ജനസമൂഹത്തിൻ്റെ നിർമ്മാർജ്ജനത്തിന് ഉതകുന്ന ചില സ്തുതികൾ ചെയ്യുക, അത്രേ ഇവിടെ അതിൽ കവിഞ്ഞിട്ട് നമുക്ക് അതൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സകല ജനനികായ, സമസ്ത ജനസമൂഹം, വൃജിന പാപം നിരസനം, പാപം നശിപ്പിക്കൽ, ശിവതമം അത്യന്തം മംഗളകരം, പ്രവര അതിശ്രേഷ്ഠം, ഗുണഗണൈകദേശകഥനം ഗുണഗണങ്ങളുടെ ഏകദേശത്തെ പറ്റി പറയുക, ഋതേ ഒഴികെ അങ്ങനത്തെ പദങ്ങൾ. സകല ജനനികായ സമസ്ത ജനസമൂഹം, വൃജിന പാപം
നിരസനം നശിപ്പിക്കൽ, സമസ്തജനം പാപം നശിപ്പിക്കൽ, ശിവതമ അത്യന്തം മംഗളകരം, പ്രവര അതിശ്രേഷ്ഠം, ഗുണഗണൈകദേശ കഥനം ഗുണഗണങ്ങളുടെ ഏകദേശത്തെ പറ്റി പറയുക, ഋതേ ആ സകല ജനങ്ങളുടെയും പാപങ്ങൾ തീർക്കുവാൻ തക്ക വിധം അത്യന്തം പരിശുദ്ധങ്ങളും അത്യുത്കൃഷ്ടങ്ങളുമായിരിക്കുന്ന അനന്തഗുണങ്ങളുടെ ഏകദേശത്തെ പറ്റി പറയുക എന്ന് മാത്രമല്ലാതെ മറ്റൊന്നിനും ശക്തി ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർവജീവരാശിയുടെയും സർവപാപങ്ങളെയും നശിപ്പിക്കുന്നവയും പരമമംഗളങ്ങളും ശ്രേഷ്ഠങ്ങളുമായിരിക്കുന്ന ഗുണഗണങ്ങളുടെ ലേശത്തെ പറയുക എന്നതല്ലാതെ മറ്റെന്ത് ചെയ്യുവാൻ കഴിയും? എന്നുള്ളതാണ് പറഞ്ഞത്. സകല ജനനികായ വൃജിന നിരസന ശിവതമ പ്രവര ഗുണൈകദേശ കഥനാതൃത്തെ. ഏകദേശം അങ്ങനെയുള്ള കഥകളെപ്പറ്റി പറയുക എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ പറയാൻ സാധ്യമല്ല എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേരത്തെ വ്യാഖ്യാനത്തിലെ തവ ഗുണ ഏകദേശ കഥനാതൃത്തെ, അങ്ങയുടെ ഗുണങ്ങളെ ഏകദേശം അതിനെപ്പറ്റി പറയുക. സ്വരൂപവർണ്ണനം, സ്വരൂപത്തെ പറ്റി അങ്ങനെ വർണ്ണിക്കുക. കർത്തും കോനാമ പുമാൻ ശക്നോതി, ആരാണ് അതിന് ശക്തനാവുന്നത് ചോദിച്ചു. ഹേ ഭഗവൻ, ഭക്താർപ്പിത ജലപല്ലവ തുളസി ദുർവാങ്കുരൈ, അടുത്ത ശ്ലോകമാണ് വരുന്നത്. ഹേ ഈശ തവ ഗുണൈകദേശ കഥനാതൃത്തെ, അങ്ങയുടെ ഗുണഗണങ്ങളെ ഏകദേശം അങ്ങോട്ട് വർണ്ണിക്കുക, അങ്ങയുടെ സ്വരൂപവർണ്ണനം. ഇത്രയൊക്കെ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പറയുക. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. പരിജനാനുരാഗ വിരചിത ശബള സംശബ്ദ സലിലസിത കിസലയ തുളസികാ ദുർവാങ്കുരൈരപി സംഭൃതയാ സപര്യയാ കില പരമ പരിതുഷ്യസി. പരിജനാനുരാഗ വിരചിത ശബള സംശബ്ദ സലിലസിത കിസലയ തുളസികാ ദുർവാങ്കുരൈരപി സംഭൃതയാ സപര്യയാ കില പരമ തുഷ്യസി. അതാണ് അടുത്ത ഇത്. ഇങ്ങനെ പരിജനാനുരാഗ വിരചിത ശബള സംശബ്ദ സലിലസിത കിസലയ തുളസികാ ദുർവാങ്കുരൈരഭിസംഭൃതയാ സപര്യയാ കില പരമ പരിതുഷ്യസി. ഭക്തിയാൽ ഇടറിയ സ്വരം കൊണ്ട് ചെയ്യുന്ന സ്തുതി, ജലം, തളിരില, തുളസി, കറുകനാമ്പ് എന്നിവയാലുള്ള പൂജയാൽ പോലും പ്രസാദിക്കുന്നവനാണ് അങ്ങ്. അനുരാഗ വിരചിതന്മാരായിട്ട് ഭക്തിയാൽ രചിത ശബള സംശബ്ദ സലില, ഇടറിയ വിരചിത ശബള സംശബ്ദ സലില, ഇടറിയ ശബ്ദം കൊണ്ട് ചെയ്യുന്ന സ്തുതി. സലില സിതകിസലയ തുളസിക, സ്തുതി, ജലം, തളിരില, തുളസി, ദുർവാങ്കുരൈരപി, കറുകനാമ്പ് എന്നിവയാലുള്ള പൂജയാൽ പോലും അങ്ങ് പ്രസാദിക്കുന്നതാണ്. ശബളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടറിയ എന്നർത്ഥം. സിതകിസലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ തളിരില. ശുദ്ധ പല്ലവാഹ എന്ന് പറയും. ശിലം എന്നത് പാഠമായാൽ ശീലേതി, പാഠേ ശിലം. ശബളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടറിയ, സിതകിസലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായിരിക്കുന്ന തളിരില, ശുദ്ധ പല്ലവാഹ എന്നൊക്കെ പറയും. ഇവിടെ
പരിജനാനുരാഗ വിരചിത ശബള സംശബ്ദ സലില സിതകിസലയ തുളസികാ ദുർവാങ്കുരൈരഭി സംഭൃതയാ സപര്യയാ കില പരമ പരിതുഷ്യസി. പരിജനാനുരാഗ ആ ഭൃത്യജനങ്ങളുടെ പരമസ്നേഹം വിരചിതം ചെയ്യപ്പെട്ടത് ശബള സംശബ്ദം ഇടറിയ അക്ഷരങ്ങളോടുകൂടിയ സ്തുതിവചന ശബ്ദം, സലിലം ജലം, കിസലയം കോമളങ്ങളായിരിക്കുന്ന ദളങ്ങൾ, അങ്കുരം യവങ്ങളുടെ മുള, സംഭൃത സമ്പാദിക്കപ്പെട്ടത്, സപര്യ പൂജ, പരിതുഷ്യസി സന്തോഷിക്കുന്നു. അങ്ങ് പൂജകളാൽ അങ്ങ് സന്തോഷിക്കുന്ന ആളാണ് എന്നർത്ഥം. പരിജനാനുരാഗ ആ ഭൃത്യജനങ്ങളുടെ പരമസ്നേഹം വിരചിതം ചെയ്യപ്പെട്ടത്. ആ പരമസ്നേഹം ചെയ്യപ്പെട്ടത് എങ്ങനെയാ? ശബള സംശബ്ദം ഇടറിയ അക്ഷരങ്ങളോട് കൂടിയിരിക്കുന്ന സ്തുതിവചന ശബ്ദമാണ്. സലിലം ജലം അങ്ങനെയുള്ളവർക്ക് സലിലം, അങ്ങനെയുള്ളവർ സലിലം ജലം, സിതകിസലയം കോമളങ്ങളായിരിക്കുന്ന ദളങ്ങൾ, അങ്കുരം യവങ്ങളുടെ മുള, സംഭൃതം സമ്പാദിക്കപ്പെട്ടത് ഇവയോടുകൂടിയിട്ട് സപരിവാരം പൂജ ചെയ്ത് കഴിഞ്ഞാൽ, ഭക്തിയോടുകൂടി പൂജ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പരിതുഷ്യസി സന്തോഷിക്കുന്നു എന്നർത്ഥം. ഹേ പരിപൂർണ സ്വരൂപ, നിന്തിരുവടി ഭൃത്യന്മാർ പരമഭക്തിയോടുകൂടി ചെയ്യുന്ന സ്ഖലിതാക്ഷരങ്ങൾ അടങ്ങിയ സ്തുതിവചനങ്ങളുടെ ശബ്ദത്താലും ശബ്ദത്താലും അവർ സമർപ്പിക്കുന്ന ജലം, പത്രം, തുളസി, ദുർവ, യവാങ്കുരം എന്നിവയോടുകൂടിയ പൂജയാലും ഏറ്റവും സന്തോഷിക്കുന്നു എന്നത് അങ്ങയുടെ സ്വഭാവം ആകുന്നുവല്ലോ എന്നുള്ളതാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഭക്തിയാൽ ഇടറിയ ആ സ്വരം കൊണ്ട് ചെയ്യുന്ന സ്തുതി, ജലം, തളിരില, തുളസി, കറുകനാമ്പ എന്നിവയാലുള്ള പൂജയാൽ പോലും അങ്ങ് പ്രസാദിക്കുന്നവനാണ് എന്നർത്ഥം. അപ്പോൾ ഹേ ശ്രേഷ്ഠ, സുഭൃത്യന്മാരാൽ ഭക്തിപൂർവം ചെയ്യപ്പെടുന്ന ഗദ്ഗത സ്തുതികൾ, ജലം, ശുദ്ധപല്ലവങ്ങൾ, തുളസി, കറുക മുതലായവയാൽ ചെയ്യപ്പെടുന്ന പൂജ കൊണ്ട് നിന്തിരുവടി സന്തോഷിക്കുന്നുവല്ലോ. വാക്കിനും മനസ്സിനും നിന്തിരുവടി അതീതനാണെങ്കിലും ഭക്തന്മാർക്ക് സുഖാരാധ്യൻ ആണെന്നുള്ള ആ ഭാവം. അപ്പോൾ ഹേ ഭഗവാൻ, അല്ലയോ ഭഗവാനെ, ഭക്താർപ്പിത ജലപല്ലവ തുളസീ ദുർവാങ്കുരൈ സമ്പാദിതയാ പൂജയാ ത്വം തുഷ്യസി. അല്ലയോ ഭഗവാനെ, അങ്ങ് ഭക്തന്മാരാൽ അർപ്പിതമായിരിക്കുന്ന ജലം, പല്ലവ, തുളസി. ജലം, പല്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിരില, തുളസി, ദുർവാങ്കുരൈഹി ആ കറുക, ഇവിടെ മുകുളം, ഇവയൊക്കെ കൊണ്ട് സമ്പാദിതയാ അതൊക്കെ സമ്പാദിച്ച് ചെയ്യുന്ന പൂജ കൊണ്ട് ത്വം അങ്ങ് തുഷ്യസി അങ്ങ് സന്തോഷിക്കുന്നു. ഹേ ഭഗവാൻ, ഭക്താർപ്പിത ജല പല്ലവ തുളസീ ദുർവാങ്കുരൈ സമ്പാദിതയാ പൂജയാ ത്വം തുഷ്യസി. അല്ലയോ ഭഗവാൻ, അങ്ങ് ഭക്താർപ്പിതങ്ങളായിരിക്കുന്ന ജലം, പല്ലവം ജലം, തളിരില, തുളസി, ദുർവ കറുകാങ്കുരൈ കറുകയുടെ മുകുളം ഇവ കൊണ്ടൊക്കെ ഇവയൊക്കെ സമ്പാദിച്ചിട്ടുള്ള പൂജ കൊണ്ട് ത്വം അങ്ങ് തുഷ്യസി തോഷിക്കുന്നവനാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ആ ശ്ലോകത്തിന് പരിജനാനുരാഗ വിരചിത ശബള സംശബ്ദ സലില സിതകിസലയ തുളസികാ ദുർവാങ്കുരൈരപി സംഭൃതയാ സപര്യയാ കില പരമ പരിതുഷ്യസി. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.